നിർണായക ഭരണഘടനാ ഭേദഗതി ബിൽ ലോക്സഭയിൽ അവതരിപ്പിക്കാൻ ഒരുങ്ങി കേന്ദ്ര സർക്കാർ. ഒരു മാസത്തിലധികം ജയിലിലാകുന്ന മന്ത്രിമാർക്ക് സ്ഥാനം നഷ്ടമാകുന്ന ബില്ല് കേന്ദ്ര സർക്കാർ അവതരിപ്പിക്കും. പ്രധാനമന്ത്രിക്കും മുഖ്യമന്ത്രിമാർക്കും ഇത് ബാധകമാണ്. മന്ത്രിമാർക്കെതിരെ ഉണ്ടാകുന്ന അഴിമതി ആരോപണങ്ങൾ കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ബില്ല് ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കും. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണനാണ് നമുക്കൊപ്പം ചേരുന്നത്. ജിഷ്ണു, ഏറെ നിർണായകമായ ഒരു ബില്ലാണ് എന്നുള്ളതാണ്. കാരണം ഈ ബില്ലിന്റെ പരിധിയിൽ പ്രധാനമന്ത്രിയെ പോലും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളതാണ്. എങ്ങനെയാണ് കൂടുതൽ വിവരങ്ങൾ? രാഖി സൂചിപ്പിച്ചതുപോലെ നിർണായകമായിട്ടുള്ള ബില്ലാണ് ലോക്സഭയ്ക്ക് മുൻപാകെ വരുന്നത്. അതായത് പ്രധാനമന്ത്രി കൂടാതെ മുഖ്യമന്ത്രിമാർ, സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, മന്ത്രിമാർ ഇവരെല്ലാം തന്നെ ഗുരുതരമായിട്ടുള്ള കേസുകളിൽ പ്രതി ചേർത്ത് തുടർച്ചയായി 30 ദിവസം ജയിലിൽ കഴിയേണ്ടി വരികയാണെങ്കിൽ അവരെ സ്ഥാനത്ത് നിന്ന് അയോഗ്യനാക്കുന്ന ബില്ലാണ്. അത്തരത്തിലൊരു നിയമ നിർമ്മാണം കൊണ്ടുവരുന്ന തരത്തിലാണ് പുതിയ ബില്ല് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. വളരെ കൃത്യമായി ഭരണഘടനാ സ്ഥാനത്തിരിക്കുന്നവർ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവരെ അഴിമതി കേസുകളിൽ അല്ലെങ്കിൽ ഗുരുതരമായ മറ്റ് കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നത് തടയുന്നതിനും അവരുടെ പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുന്നതിനും ഉൾപ്പെടെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഇത്തരത്തിലൊരു ബില്ല് കൊണ്ടുവന്നിട്ടുള്ളത്. നേരത്തെ നമുക്കറിയാം, രാജ്യത്തെ മുൻ മന്ത്രിമാർ, കേന്ദ്രമന്ത്രിമാർ അല്ലെങ്കിൽ മുഖ്യമന്ത്രിമാർ ഇവർക്കെതിരെയെല്ലാം തന്നെ ഭൂമി കുംഭകോണം, റെയിൽവേ അഴിമതി കേസ്, ഡൽഹിയിൽ നോക്കുകയാണെങ്കിൽ മദ്യനയ അഴിമതി തുടങ്ങി വിവിധ തരത്തിലുള്ള അഴിമതികളിൽ ജയിലിൽ കിടക്കുമ്പോഴും മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ കിടക്കുമ്പോൾ പോലും ആ സ്ഥാനം അന്ന് ഒഴിവാക്കാൻ തയ്യാറായിരുന്നില്ല. അത്തരത്തിലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ, കൃത്യമായിട്ടുള്ള ഗുരുതരമായിട്ടുള്ള കേസുകളിൽ അകപ്പെട്ട് പ്രതി ചേർത്താൽ പോലും രാജിവെക്കാത്ത സാഹചര്യങ്ങളുണ്ടായിരുന്നു. ജനങ്ങളെ വഞ്ചിക്കപ്പെടുന്ന സാഹചര്യങ്ങളുണ്ടായിരുന്നു. അത്തരം കാര്യങ്ങളെല്ലാം ഒഴിവാക്കുക എന്ന വ്യക്തമായ ലക്ഷ്യത്തോടു കൂടിയാണ് കേന്ദ്ര സർക്കാർ പുതിയ നിയമ നിർമ്മാണം അല്ലെങ്കിൽ ഭരണഘടനാ ഭേദഗതി കൊണ്ടുവരുന്നത്. അതിനായി ഭരണഘടനയുടെ 130ാം ഭേദഗതി ബിൽ, കൂടാതെ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ ഭരണവുമായി ബന്ധപ്പെട്ട ഭേദഗതി ബിൽ, ജമ്മു കശ്മീർ പുനഃസംഘടനാ ഭേദഗതി ബിൽ എന്നിവയാണ് ഇതുമായി ബന്ധപ്പെട്ട ലോക്സഭയിൽ അവതരിപ്പിക്കുക. ബില്ലുകൾക്ക് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയിട്ടുണ്ട്. ഇന്ന് ലോക്സഭയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ബില്ല് അവതരിപ്പിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. നിലവിൽ ലോക്സഭയുടെ ബിസിനസ്സുകളിൽ ഇന്നത്തെ നടപടിക്രമങ്ങളിൽ ബില്ല് ഉൾപ്പെടുത്തിയിട്ടില്ല. പക്ഷേ കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളും കഴിഞ്ഞ ദിവസങ്ങളിൽ നടക്കാതെ പോയിട്ടുള്ള ബില്ല് അവതരണവും മറ്റ് നടപടിക്രമങ്ങളും അവതരിപ്പിക്കാം എന്ന് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ലോക്സഭയിൽ ബില്ല് അവതരിപ്പിക്കും എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളത്. രാവിലെ 11 മണിയോടുകൂടി ലോക്സഭ ആരംഭിച്ചിരുന്നു. പക്ഷേ പ്രതിപക്ഷ ബഹളം കാരണം ഇപ്പോൾ സഭാ നടപടികൾ നിർത്തിവെച്ചിരിക്കുകയാണ്. 12 മണിവരെ ലോക്സഭ നിർത്തിവെച്ചിരിക്കുകയാണ്. ഈ വർഷകാല സമ്മേളനത്തിന്റെ ബഹുഭൂരിപക്ഷം പ്രവൃത്തി ദിനങ്ങളും ഇത്തരത്തിൽ പ്രതിപക്ഷ ബഹളം കാരണം തടസ്സപ്പെടുന്ന സ്ഥിതിഗതികളുണ്ടായിരുന്നു. ഗൗരവമുള്ള ചർച്ചകൾ നടക്കാത്ത സാഹചര്യമുണ്ടായിരുന്നു. വർഷകാല സമ്മേളനത്തിന്റെ ഏറ്റവും അവസാന ദിനങ്ങളിലേക്കാണ് ഇപ്പോൾ സുപ്രധാനമായ ബില്ല് അവതരിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ ഒരുങ്ങുന്നത്. അത് ലോക്സഭയിൽ അവതരിപ്പിച്ച ശേഷം വിശദമായ ചർച്ചകൾക്കും പരിശോധനയ്ക്കും വേണ്ടി പാർലമെന്റിന്റെ സംയുക്ത സമിതിക്ക് വിടാനായിരിക്കും സാധ്യതയുള്ളത്. നേരത്തെ വഖഫ് നിയമ ഭേദഗതി ബില്ലെല്ലാം പാർലമെന്റിൽ അവതരിപ്പിച്ച് പിന്നീട് JPCക്ക്, സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിട്ട് വിശദമായ പരിശോധന നടന്നതിന് സമാനമായി നിർണായകമായിട്ടുള്ള ഈ ഭരണഘടനാ ഭേദഗതി ബില്ലും ലോക്സഭയിൽ അവതരിപ്പിച്ച് പിന്നീട് അത് JPCക്ക് വിടാനാണ് നിലവിൽ സാധ്യതയുള്ളത്. രാഖി, നിർണായകമായ ഭരണഘടനാ ഭേദഗതി ബിൽ ലോക്സഭയിൽ അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ. ഒരു മാസത്തിലധികം ജയിലിലായാൽ മന്ത്രിമാർക്ക് പിന്നെ മന്ത്രിസ്ഥാനം കാണില്ല. അത്തരത്തിൽ സ്ഥാനം നഷ്ടമാകുന്ന ബില്ലാണ് കേന്ദ്ര സർക്കാർ അവതരിപ്പിക്കുക. പ്രധാനമന്ത്രിക്കും മുഖ്യമന്ത്രിമാർക്കും ഇത് ബാധകമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മന്ത്രിമാർക്കെതിരെ ഉണ്ടാകുന്ന അഴിമതി ആരോപണങ്ങൾ കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ബില്ല് കൊണ്ടുവരുന്നത്. എന്തായാലും ജിഷ്ണു കൃഷ്ണനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ഈ ജയിലിൽ കിടന്നുകൊണ്ടുള്ള ഭരണം വേണ്ട എന്ന ഒരു ഉറച്ച തീരുമാനത്തിലേക്ക് കേന്ദ്രം എത്തുന്നു. അത്തരത്തിലുള്ള നടപടികൾ വേഗത്തിലാക്കുന്നു എന്നുള്ളത് തന്നെയാണ്.